വർഷത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ വിലയിരുത്ത്, ഇവാലുവേഷൻ ഓഫ് പ്രയർ ഗ്രൂപ്പ്. ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ ജാനുവരി തൊട്ട് ഡിസംബർ 15 വരെ എപ്പോഴും നമ്മൾ ഓരോ വർഷവും പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൽ ആഴമായിട്ട് പഠിക്കേണ്ട കുറേ പേര് നമ്മൾ ദൈവം സെലക്ട് ചെയ്തവർ നമ്മുടെ കൂടെയുണ്ട്. വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ എല്ലാ വർഷവും അവസാനമാകുമ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യും, എന്താണ് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നേടിയത്. ഇറ്റ്സ് കോൾഡ് അക്കൗണ്ടബിലിറ്റി ഓൾസോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം പലരും പറഞ്ഞ അന്ന് ഞാൻ വചനം എടുത്തില്ല, കാരണം എല്ലാവരും എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞാൻ ഓരോരുത്തരുടെ അനുഭവങ്ങളും അവരുടെ ഒരു വർഷത്തെ വചനം കൊണ്ടുള്ള അവരുടെ നേട്ടങ്ങളും കണ്ടപ്പം ഞാൻ വിചാരിച്ചു ദാറ്റ് ഈസ് ഇനഫ്, അത് മതി, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓരോ വ്യക്തിയിലും ഓരോ വചനത്തിൽ കൂടെ ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് വചനമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ ചില വ്യക്തികളുടെ, എല്ലാ വ്യക്തികളും പറഞ്ഞു, പക്ഷെ എല്ലാവരുടെയും നല്ലതാണ്, പക്ഷെ ചിലത് നമുക്ക് പൊതുപ്രയോജനത്തിന് ഉപയോഗമുള്ളതായതുകൊണ്ട് ഞാൻ അതൊന്ന് എടുക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾ വചനം എടുക്കുമ്പോഴെപ്പോഴും ഞങ്ങൾ കോട്ട് ചെയ്യും. അതായത് വചനം എവിടുന്നാന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ബൈബിൾ കൊട്ടേഷൻ പറഞ്ഞിട്ടേ പറയത്തുള്ളൂ. കാരണം വേറൊരാളോട് പറയണമെങ്കിലും അത് പ്രയോജനപ്പെടും. പിന്നെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ പഠിക്കാൻ നമ്മൾ പഠിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റേണ്ട ആവശ്യമില്ല. അതിൽ ഒന്നാമത് എനിക്ക് തോന്നിക്കുന്നത് ഒരു പ്രയർ പാർട്ട്ണർ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 6:33 മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നമുക്ക് ദൈവം തരും. അപ്പം മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. നമുക്കെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ നടുക്ക് നടും തൂണായിട്ട് നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് മാറില്ല. ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിൽ, അതായത് ഈ പാറ നമ്മൾ പണിയുമ്പോൾ ക്രിസ്തുവിൽ വേണം നമ്മൾ പണിതെടുക്കാൻ. അത് പണിതെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എപ്പോഴാണ് നമ്മൾ ഈ കല്ല് ഇളകി വീഴുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പാറയാവുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. അത് വചനത്തിൽ കൂടെ തന്നെയാണ് കിട്ടുന്നത്. വചനം എടുക്കണം, വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, കാണാതെ പഠിക്കണം, വീണ്ടും അത് ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കണം. അപ്പം ആ പ്രയർ പാർട്ട്ണർ പറഞ്ഞത്, ഈ ജീവിതത്തിൽ വചനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, കുടുംബപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ജോലിയിലുമൊക്കെ തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തവണ്ണം ദൈവം കൂടെ നിന്ന് സഹായിച്ചു. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഉത്തേജനമാണ്. ശരിയാണ്, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കണം. അല്ല നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ 2-3 പേര് ചേർത്ത്, സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയും, ചെറിയ ഗ്രൂപ്പ്, അത് മതി. 2-3 പേര് ചേർത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സമയം എടുത്ത് ഫോൺ ഒരേ സമയത്ത് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കും. അരമണിക്കൂർ, 10 മിനിറ്റ്, ദിനംപ്രതി ഒക്കത്തിൽ ആഴ്ച 1 ദിവസം 2 ദിവസം കറക്റ്റ് ടൈമിൽ നമ്മൾ ഒന്നിച്ച് അതിന് വില കൊടുക്കുക. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. പിന്നെ ഒരാൾ പറഞ്ഞത് യെശയ്യാ പ്രവാചകൻ്റെ 54-ാം അധ്യായം 54 ഇങ്ങനെയാണ് വായിക്കുന്നത്. 54:8 ഇങ്ങനെയാണ് പറയുന്നത്: ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനെ യഹോവ അരുളിച്ചെയ്യുന്നു. അതായത് ദൈവം ചിലപ്പോൾ നമ്മളോട് അല്പനേരം മിണ്ടാതിരിക്കല്ലേ, ദേഷ്യപ്പെടുന്നിരിക്കും, നമുക്ക് ഉത്തരം ചോദിച്ചത് കിട്ടിയില്ലെന്നിരിക്കും. പക്ഷെ ദൈവം പറയാണ്, ഞാൻ അല്പനേരത്തേക്കല്ലേ ഉള്ളൂ നിന്നോട് മിണ്ടാതിരിക്കാൻ, നീ എൻ്റെ അടുക്കൽ നിന്ന് മാറില്ല. എന്നാൽ തന്നെ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം. അതിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ദൈവം, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അതിനെ ഓരോരുത്തരും എൻ്റെ എനിക്ക് സഹായം, ഞാൻ ആദ്യം ഇല്ലെന്ന് തന്നെ പറയും, ഇല്ല എനിക്കതിനെക്കുറിച്ച് നേരമില്ല നോക്കാം. പക്ഷേ ചിലർ വീണ്ടും വീണ്ടും അവരുടെ അത്യാവശ്യം കൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മ പറയാം അവരുടെ ആവശ്യം വലുതായതുകൊണ്ട്. അപ്പം നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യും, പിന്നെ ആവശ്യം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അല്ലാതെ ചുമ്മാ പറയുന്ന എല്ലാവരുടെയും പ്രാർത്ഥന എടുക്കത്തില്ല. കാരണം ചുമ്മാ പറയുന്നതും ആത്മാവ് പറയുന്നതും വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നിയോഗിച്ച് ആക്കണം ഒരു പ്രെയർ റിക്വസ്റ്റ് എടുത്തിട്ട് അതിന്മേൽ ഉത്തരം കിട്ടണമെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവർക്ക് പ്രയോജനം. പക്ഷെ എങ്ങനെയാണെന്നേലും
പ്രാർത്ഥന വചനാടിസ്ഥാനത്തിൽ ചെന്നാൽ ദൈവം പറയുന്നു ഞാൻ ഉത്തരം തരും. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ മറന്നു, ക്രോധാധിക്യം ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കൂ എന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. അതിൻ്റെ തന്നെ യെശയ്യാ 54 13 തൊട്ടുള്ള വാക്യങ്ങൾ കുടുംബങ്ങളിൽ മക്കളെ അനുഗ്രഹിക്കാൻ നല്ലതാണ്. നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നമ്മൾ എന്തെല്ലാം ചെയ്താലും കർത്താവ് പറയണം, ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ മക്കളെ നോക്കുമെന്ന്. അതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണ്ടിയത്? നിൻ്റെ മക്കളെല്ലാവരും, അതിനകത്ത് ആരും മാറ്റുന്നില്ല. വഴിയോരത്തുള്ളവർ, ദൈവത്തിന് അനുസരിക്കാതെ നടക്കുന്നവർ, അനുസരിക്കുന്നവർ, മാറി നിൽക്കുന്നവർ, സംശയിക്കുന്നവർ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, പീഡനത്തോടെ അകന്നിരിക്കും. ഉണ്ടോ? ആരും നമ്മളെ പേടിപ്പിക്കാനൊക്കത്തില്ല. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എൻ്റെ നിമിത്തമല്ല, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ്റെ നിൻ്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്തും ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ദൈവം പറയാണ്, നിനക്കെതിരായിട്ട് അവരുണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കത്തില്ല. ഈ 2 കൊരിന്ത്യർ 3:14 ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മൾ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മളെ ദുഷ്ടൻ എന്തെങ്കിലും ചെയ്താൽ ദൈവം അവനെ വെച്ചേക്കത്തില്ല. അതുപോലെ ദൈവം പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോയേക്കരുത്. അപ്പം കർത്താവ് പറയുന്നത് വചന അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പം നമ്മൾ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവം പറയുന്നത് പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. പിന്നെ വേറൊരാൾ പറഞ്ഞ് നമ്മളിവിടെ എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി, മാറ്റി അവൻ നീ അഴിച്ച് എനിക്ക് സന്തോഷം ഉടുപ്പിരിക്കുന്നു. ശരിയാണ്. നമ്മുടെ ഒരു പാർട്ട്ണർ മരിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരിക. സങ്കീർത്തനം 30:11 നിൻ്റെ വിലാപത്തെ, നമുക്കെല്ലാം ദുഃഖങ്ങളുണ്ട്, പക്ഷെ ദൈവവചനം പറയുന്നു വിലാപത്തെ നൃത്തമാക്കി മാറ്റി നിൻ്റെ രട്ട് ഞാൻ അഴിച്ചിട്ട് സന്തോഷം കൊണ്ട് നിന്നെ ഉടുപ്പിക്കും. ആർക്ക് ചെയ്യാനൊക്കും ഇത്? നമ്മുടെ ദുഃഖ സമയത്ത് നമ്മളെ രട്ടുമാറ്റി വസ്ത്രം, നീതി വസ്ത്രം അല്ലെങ്കിൽ സന്തോഷ വസ്ത്രം ഉടുപ്പിക്കാൻ ദൈവത്തിനല്ലേ കഴിയത്തുള്ളൂ. വചനം ചെന്ന് കൊള്ളുകയാണ്. ആ വചനം പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ഓരോ നിമിഷവും ദൈവം നടത്തിയത് ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? അവനിലല്ലോ, അപ്പോസ്തല പ്രവൃത്തി 17:28, അവനിലല്ലോ നീ ചരിക്കുകയും ഇരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നുള്ള ഉറപ്പ് വരുത്താനാണ് വചനത്തിലോട്ട് കയറുന്നത്. ഈ വചനം നമുക്ക് യാഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വചനമല്ല എങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോവും. ദുഷ്ടൻ നമ്മളെ പതിയിരുത്തി ഈ കുറുനരികൾ കയറി ചെറിയ വിടവുണ്ടാക്കി മുഴുവൻ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ജാഗരൂഢായിട്ടിരുന്ന്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാർ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പം വേലികെട്ടി പ്രാർത്ഥിച്ച് തലമുറകളെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ ദൈവം തന്നെയാണ് ഒരുക്കുന്നതും. പക്ഷേ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയുടെ ബലമാണ്. വേറൊരാൾ പറഞ്ഞ് അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 12 മാസവും ആണ്ടിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ ദൈവം പരിപാലിച്ചു. പുള്ളിക്ക് തൊട്ട വാക്യം എബ്രായലേഖനം 4:12 ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാളുപോലെ സന്ധിമജ്ജകളെയും ഞരമ്പുകളെയും പ്രാണനെയും സന്ധികളെയും തിരിച്ചറിഞ്ഞ് അത് പോയി പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. ഒരു വചനം മിസൈൽ പോലെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോലെ പോവുകയാണ്, ഒരു വാള് പോലെ ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു അമ്പയക്കുന്ന പോലെ ചെന്ന് കൊണ്ടിട്ടത് പ്രവർത്തിച്ചിട്ടല്ലാതെ വചനമെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വചനം അറിയണ്ടേ? വചനാടിസ്ഥാനത്ത് നമ്മൾ നിൽക്കണ്ടേ? ഏതൊരു പ്രാർത്ഥന എടുത്താലും വചനാടിസ്ഥാനത്ത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എടുത്ത് ചൊല്ലുന്നത് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അത് ചില സഭകൾ പ്രാർത്ഥിക്കും, ചിലർ പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ ആത്മാവിനെ യോജിക്കുന്നെങ്കിൽ നമ്മളതെടുത്ത് ചൊല്ലി പിതാവിൻ്റെ അടുക്കൽ മക്കളായിട്ട് കടന്നു ചെല്ലണം. അതല്ലേ സാരം. ക്രിസ്തു വന്നത് പാപം പരിഹരിക്കാൻ, ഒന്ന്. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം,
നഷ്ടപ്പെട്ട ഫെലോഷിപ്പ്, അപ്പനുമായിട്ടുള്ള ബന്ധം നിരപ്പിച്ചു തരികയാണ്. ഞാനും അപ്പനും മക്കളുമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഫിലിപ്പിയർ 4:6 വേറൊരാൾ പറഞ്ഞാണ്, ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത്. നിൻ്റെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പറയുക. അപ്പോൾ എന്ത് സംഭവിക്കും? സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിലവുകളെയും ക്രിസ്തുയേശുവെങ്കിൽ കാത്തു സൂക്ഷിക്കും. അപ്പം നമ്മളെ ദൈവം പരിപാലിച്ച് സ്നേഹത്തോടെ നടത്തുന്ന ഒരു ദൈവമാണ്. കർത്താവ് പറയുന്നത് നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല. 2 കൊരിന്ത്യർ 3:10-3-6 വരെയുള്ള വാക്യം വേറൊരാൾക്ക് തൊട്ട്. അതായത് നമ്മൾ യുദ്ധം ചെയ്ത് ജഡരക്തനോടല്ല. അതിനാൽ നമ്മൾ ജഡീക ശക്തി കൊണ്ട് യുദ്ധം തിരിച്ച് ചെയ്യല്ലേ. ഒരു കോർട്ടിൽ ഒരാൾ കേസ് കൊടുത്തു, കഴിയുമെങ്കിൽ നമ്മൾ ആ കേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അത് ആദ്യം വെച്ച് തന്നെ നിർത്താൻ നോക്കി നിർത്തുക. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും പ്രശ്നം പരിഹരിച്ചേനെ. പിന്നെ ഒട്ടും നീതിയല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് ആൻഡ് വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ടു മൂവ്. ദൈവം നീക്കട്ടെ. ദൈവം നമ്മുടെ കൂടെ വചന അടിസ്ഥാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയതായ ഉത്തരങ്ങൾ ഈ വചനത്തിൽ കൂടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കണം, എപ്പോഴും സന്തോഷിക്കണം. ഇതൊക്കെ 1 തെസ്സലോനിക്കർ 5:14 അത് തന്നെയാണ് ഫിലിപ്പിയറിനകത്ത് എഴുതി 4:6. എപ്പോഴും ദൈവത്തിൽ സ്തുതിച്ച് അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പോടെ വിശ്വസിച്ച് മുൻപോട്ട് പോകണം. അനേക വാഗ്ദത്തങ്ങളാണ് ഓരോ മക്കളെടുത്ത് പറഞ്ഞത്. നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുക. എന്തിനാ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞാൻ പറയുന്നത്? ആവശ്യങ്ങൾ അവലാദ്യം പറയാൻ തന്നെയല്ല, വചനങ്ങൾ ദിനം പ്രതി പഠിച്ചിട്ട് ആ വചനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ദൈവത്തിൻ്റെ ഭാഷയാണ് അവൻ്റെ വചനം. അത് നമ്മളെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ തിരുവചനം നിന്ന് നിൻ്റെ തിരുശ്വാസമാണ്. ദൈവവചനം ദൈവശ്വാസീകമാകെ അത് പ്രബോധനത്തിനും അത് നീതീകരണത്തിനും ഗുണീകരണത്തിനും അത് ശിക്ഷണത്തിനും നന്മയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനമില്ലാതെ ഞങ്ങൾക്ക് നേർവഴി കാണാൻ സാധിക്കത്തില്ല. വഴി തെറ്റിപ്പോകുമ്പം ഇതിലെയാണ് വഴി, ഇതിലേ കൂടെ കടന്നു വരുമെന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത് വചനത്തിൽ കൂടെ. ആട്ടിടയൻ ആടുകളെ തേടി കണ്ടുപിടിച്ച് 99 ആടിനെ ഇട്ടേച്ച് ഒരാട് നഷ്ടപ്പെട്ടെങ്കിൽ ആ ആടിൻ്റെ പുറകെ നടന്ന് കണ്ടുപിടിക്കുന്നിടം വരെ ഉള്ളിലും പറക്കാരയിലും ഒക്കെ നടന്ന് അപ്പച്ചൻ്റെ കൈയും കാലും ഒക്കെ രക്തം വാർന്നൊഴുകിയാൽ പോലും ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് അതെല്ലാം മറന്നപ്പച്ചൻ ആ വ്യക്തിയെ എടുത്തുകൊണ്ട് വരുന്നത് ഞങ്ങൾ കാണുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും അവിടുന്ന് രക്ഷിച്ചതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് അപ്പച്ചൻ ഞങ്ങളെ ഒരുക്കി നിർത്തിയിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. മോർ തിങ്സ് are wrought by prayers than the world dreams of. ഈ ലോകം കാണുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് നേടുന്നുണ്ട് കർത്താവ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ വരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് എടുത്തുപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട് അതിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ തലമുറകളായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയിലും പുതിയ ആത്മാവാണ്. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാ പ്രവർത്തിച്ചിട്ട് വചനത്തിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. നാഥൻ പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് വചനം ദൈവമാണ്, ദൈവം വചനം തന്നെയാകുന്നു. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.